രാവിലെ ഇഡലി ഉണ്ടാക്കുന്നുണ്ട്, ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ചായയൊക്കെ ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ദോശ വേണ്ടിയവർക്ക് ഈ കട്ടി കുറച്ച ദോശ വേണമെന്ന് പറഞ്ഞ് പോകുമ്പോൾ അപ്പോൾ അവർക്ക് അതും ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൊച്ചു സ്കൂളിൽ പോകാറായപ്പോഴും അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. പിന്നെ അരിയൊക്കെ ഇട്ടു. അവന് ടിഫിൻ കൊണ്ടുപോകാനായിട്ട് മസാല ഇഡലിയാണ് ഉണ്ടാക്കിയത്. അതിനുശേഷം ഞാൻ തൈര് ഉണ്ടാക്കാനായിട്ട് പാലൊന്ന് കാച്ചാൻ വെച്ചു. കറിവേപ്പില കഴുകി വെച്ചിരുന്ന് അത് ഉണങ്ങിയുണ്ടെ അതൊന്ന് ഡബ്ബയിലാക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുള്ളത് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് തുണി കഴുകാനിട്ടായിരുന്നു, തുണിയാക്കിയായി അതൊന്ന് വിരിച്ചിടണം. ഇങ്ങനെ മുകളിൽ കമ്പേ കുത്തിയാണ് തുണികൾ ഇടുന്നത്. കറി ഉണ്ടാക്കുന്നത് ഒരു പുളിങ്കറിയാണ് ഉണ്ടാക്കുന്നത്. അതൊന്ന് പുളിയൊക്കെ പിഴിഞ്ഞ് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റിൽ പിന്നെ കടുകൂടെ വറുത്ത് ചേർക്കും. അപ്പോൾ ഇന്നലെ വേവിച്ച കപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഞാനൊരു പഴങ്കഞ്ഞിയാണ് കുടിച്ചത്. പിന്നെ രാത്രിയിലാണ് അപ്പോൾ ഇന്നലത്തെ ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ബിരിയാണി റൈസ് വേണമെന്ന് പറഞ്ഞ് പിന്നെ അതുണ്ടാക്കി കൊടുത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.